ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ട്രെൻഡ് മിലോഡ് കണ്ട ദൈവമായിരിക്കും. ഞാൻ ഒരുപാട് പ്രിപ്പറേഷനോട് ഒരുപാട് ആക്ടിങ് പഠിച്ചിട്ട് ഒന്നും വന്ന ആളല്ല. പ്യൂർലി സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് സിനിമ കയറിയ ഒരാളാണ്. എനിക്കിത് പറ്റിയില്ലല്ലോ. സിനിമ ഓൺലി റീസെൻ്റ്ലി സ്റ്റാർട്ട് എക്സൈറ്റിംഗ് മീ ആക്ച്വലി. നേരെ ചെന്ന് വീഴുന്നതല്ല ഇങ്ങനത്തെ തസ്കരന്മാരുടെ കയ്യിലാണ്. ഞങ്ങളൊക്കെ അന്ന് വിചാരിക്കാറുണ്ട്, നമ്മൾ പുതിയ പറയുന്നത് സുന്ദരകാലമാടൻ എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. Why didn't I get that character? എന്നുള്ളൊരു ഫീലിംഗ് ദാറ്റ് കെയിം. മലയാളം സിനിമ ഡെഫിനറ്റ്ലി നീഡ് ടു യൂസ് മീ മോർ. അല്ലെങ്കിൽ ഞാൻ തെലുഗുവിൽ പോവും. എനിക്ക് കോമ്പിനേഷൻസ് കുറവായതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരാള് എന്റെ മുതുകത്തിട്ട് പടാ പക്ഷെ എന്റെ ബോഡി ഹീറ്റായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അറിയാം. വൈകിട്ടാണെങ്കിലും സുരേഷിൻ്റെ കൂടെ തന്നെ ബാക്കി എല്ലാവരും ജോയിൻ ചെയ്തു. ആൻഡ് യെസ്റ്റർഡേ ഐ സോ ദ ഫിലിം, ഐ ലവ് ദ ഫിലിം. ഞാൻ സുരേഷിൻ്റെ അടുത്ത് വാക്കുകളിൽ ഓൾറെഡി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു എന്തൊക്കെയാണ് സിനിമയിൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രവീൺ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇത്രയും ഒരുപാട് സ്റ്റഡി ഇതിൻ്റെ മേലിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. സോ അതിനകത്ത് ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് യാതൊരു ലൂപ്പ് ഹോൾസും ഇല്ലാതെ അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത് തന്നെ ഒരു ഏറ്റവും വലിയൊരു ടാസ്ക് ആണല്ലോ. സോ എത്ര നാളെടുത്തിട്ടാണ് ലൈക്ക് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത്? ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം മനസ്സിലാക്കാം. അത് ശരിക്കും ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നൊരു വാർത്തയിലൂടെയാണ് ഞാൻ അറിയുന്നത്. അതിനെ തുടർന്ന് എക്സാക്റ്റ് പറഞ്ഞാൽ 2018 7 മാസത്തോളം ഞാൻ ഹൈക്കോടതി, പോലീസ്, മെഡിക്കൽ രംഗങ്ങൾ, ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കേസുമായിട്ട് വന്നൊരു പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, താലൂക്ക് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എക്സാക്ട്ലി. അപ്പം പക്ഷേ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒരു 19-20 വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു ചെന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, അവൾ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്നൊരു സ്വാഭാവികമായ അസുഖം പോലെ തന്നെ അവൾക്കൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ സാധിക്കണം, പേടിയോ ഭയാശങ്കകളോ കൂടാതെ. അതിനൊരു അവസരം ഇന്നത്തെ സൊസൈറ്റിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതിൻ്റെ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അത് ഈ ജാനകി ഫേസ് ചെയ്യുന്നത് പോലുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത്തരത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കണമെന്നുള്ളതാണ് പ്രവീൺ ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ അതിലേക്ക് വരുന്നത്. ഇപ്പം ജാനകി ഫേസ് ചെയ്തപോലൊരു വിഷയം കേരളത്തിലെ ഒരു പെൺകുട്ടി ഫേസ് ചെയ്യുകയാണെന്നുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ ആവശ്യപ്പെടുന്നത് മിനിമം ലക്ഷങ്ങളായിരിക്കും. ഇനി അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നാലോ, അവിടെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നത് ഒരു OP ആൾക്കാർ ഇരിക്കുന്നിടത്തോട്ടാണ് ചെന്ന് ഇത്ര കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എന്ത് ചെയ്യുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീ അവൾ സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ എന്ന് പറയുമ്പം ആ ലൈംഗിക ബന്ധം ഇഷ്ടമുണ്ടായിരിക്കാം, അത് ആ ഒരു സമയത്ത് കഴിഞ്ഞു പോയതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. അതൊരു സ്ത്രീ മാത്രമായിട്ട് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ചോദ്യം അതാണ്. ഒരു സ്ത്രീക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിലെല്ലായ്പ്പോഴും ഒരു പുരുഷൻ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രൊഡക്റ്റ് സമൂഹത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ മാത്രം എങ്ങനെയാണ് ഈ കുറ്റക്കാരിയായിട്ട് മാറുന്നത്? എനിക്കിത് മനസ്സിലാവുന്നേ ഇല്ല. എൻ്റെ ചോദ്യം അല്ല, പക്ഷെ ഒരിക്കലും ഒരിടത്തും സ്ത്രീ മാത്രം കുറ്റക്കാരി എന്ന് ഒരാളും പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സ്ത്രീയും കൂടി കുറ്റക്കാരിയാണ്. അവിടെ വരുമ്പോഴത്തേക്കും സ്ത്രീയുടെ അവകാശ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അവകാശ ബോധത്തെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് ചിലപ്പം സ്പ്രെഡ് ചെയ്യേണ്ടി വരും ന്യൂസൊക്കെ, അല്ലേ? രാത്രി 12 മണിക്ക് എവളെന്തിനാ ഒറ്റയ്ക്ക്, അതൊന്നും ചോദിക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആര്? അവർക്ക് നേരെ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇന്നാരുടെ സർക്കാരിന് നേരെ സംസാരിച്ചിട്ടില്ല. ഇനി അത് വീഴ്ച വരാതിരിക്കാൻ ന്യായം, നീതി ആ കുട്ടിക്ക്, ജാനകിക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണത് നമുക്കൊരു ആയുധമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്താണ് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കേസ് മൂവ് ചെയ്യല്ലേ? ഇല്ല. ഇറ്റ് ഷുഡ് ബി എ റിട്ട് പെറ്റിഷൻ ഇൻ ദ ഹൈക്കോർട്ട് അഗൻസ്റ്റ് ഹൂ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ ഇതിനൊരു അൾട്ടിമേറ്റ് നീതി ലഭിക്കൂ. ആ അൾട്ടിമേറ്റ് നീതി ലഭിക്കുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തഡോളജീസ് അത് സിനിമാറ്റിക്കായിട്ട് തോന്നും. ബട്ട് നോ വൺ ഹാസ് റെഫ്യൂട്ടഡ്. ജുഡീഷ്യൽ ഡിസ്കഷൻസ് വല്ലതും പിന്നുണ്ടായോ? ഇങ്ങനെ പറ്റില്ല എന്നാരും പറഞ്ഞില്ലല്ലോ.
അങ്ങനെ പറ്റില്ല എന്ന് ആരെങ്കിലും ഒരു മഹാൻ പറയട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രീസിഡൻറ്റ് അന്ന് ഞാൻ പ്ലേസ് ചെയ്യും. റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. ഒരുപാട് ഫ്രണ്ട് യെസ്, എനിക്ക് നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. The other incident which happened in Sharjah, I just had an advice from the ambassador's office saying that being a minister, this is not the time to visit the family or the place where the incident happened. That is the diplomatic advice that I from you. So I can stay for a longer time with you. Even though I am done, I can stay with this group. ഈ മൈ ലോഡ് തുടങ്ങിയ വാക്കുകളൊക്കെ കോടതി വ്യവഹാരത്തിൽ നിന്നൊക്കെ കുറേ നാൾ മുമ്പേയൊക്കെ തന്നെ മാറ്റി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമയിൽ അത് ഞാൻ സിനിമയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യു ഗോ ബാക്ക്, ഹാവ് എ ചെക്ക് ഓൺ, റീചെക്ക് ഓൺ ഹൗ ഐ സെഡ് ദിസ് ഇൻ ചിന്താമണി. ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ദർ ഹാസ് ടു ബി എ ലോഡ്. നീതി ദേവത എന്നാണ് പറയുന്നത്. അത് മാറ്റിയിട്ടില്ലല്ലോ. മാറ്റിയിട്ടുണ്ട്. നീതി ദേവതയിലേക്ക് നമുക്ക് കൺകണ്ട ദൈവം എന്ന് പറയുന്നത് ജസ്റ്റിസും പറ്റും. അവർ പേന ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് എഴുതി വരുന്നതിനകത്ത് ഒരു ണം എന്നുള്ളത് ഉണ്ട എന്നായിപ്പോയാൽ, കൊടുക്കണം കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു വളവ് അതിനകത്ത് കയറിപ്പോയാൽ, സോ മിലോഡ് കൺകണ്ട ദൈവമായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റബേണായിട്ട് ഇനി എനിക്കൊരു അവസരം തന്നാലും ഞാൻ യറോണർ പറയുമായിരിക്കാം. അത് അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുവൽ സ്പോട്ട്ലായിരിക്കണം. ഓക്കെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു നീതി നോട്ട് ബീങ് ഡിഫ്ലക്റ്റഡ് ഓർ ഫേവറിങ് റോങ്, I will say Millard. It's not even my lord, it's Millard. ഞാനത് ഇനിയും പറയും. മാധവ് ഒരു സീനിൽ ഒരു ഫേസ് ടു ഫേസ് ഒരു ഇത് വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിലാണ് അഭിനയിക്കുന്നതൊക്കെ. സ്വാഭാവികമായിട്ടും മകൻ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് മാധവനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു സീൻ അഭിനയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് കാര്യം, നമ്മളൊരു പുതുമുഖമാണ്, നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, ചെറിയ പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ എന്തായിരുന്നു, വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? ഈ സിനിമ ചെയ്തപ്പോഴത്തേക്ക് ഐ തിങ്ക് ആ ഒരു സീൻ എടുത്തത് എൻ്റെ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ഷൂട്ടിങ്ങിലാണ്. സോ ഐ ഡോണ്ട് നോ ഇഫ് ഹൗ മെനി പീപ്പിൾ നോ ദിസ്. ഞാൻ ഒരുപാട് പ്രിപ്പറേഷനോടെ ഒരുപാട് ആക്ടിങ് പഠിച്ചിട്ടൊന്നും വന്ന ആളല്ല. പ്യൂർലി സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് സിനിമയിൽ കയറിയ ഒരാളാണ്. ആൻഡ് ഒരു അച്ഛൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഇൻറ്റിമിഡേഷൻ എനിക്ക് അതില്ലായിരുന്നു. അതൊരു കംഫർട്ട് സോൺ ആയിരുന്നോ അതോ ഒരു ടെൻഷൻ സോൺ ആയിരുന്നു എന്നുള്ളത്? He tried his best to make it I can say that. കാര്യം ഐ മെയ്ഡ് മിസ്റ്റേക്സ്. ഇപ്പോൾ വളരെ സിമ്പിൾ ഒരു 4-5 വേർഡ്സ് വരുന്ന ഡയലോഗ്സ് ഞാൻ തെറ്റിക്കുമായിരുന്നു ആദ്യം ഒരു ഫസ്റ്റ് വീക്കൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത്. ആൻഡ് he did his best to make it very comfortable, not only for me, for everybody else on set. അപ്പം അതിൻ്റെ ഒരു സെയിം എഫക്റ്റ് എനിക്കും കിട്ടി. പക്ഷെ ഞാൻ അവിടെ അപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മുന്നിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആണ്. am I doing justice to the scene? ഇപ്പോൾ അച്ഛൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഞാൻ പിടിക്കുന്നുണ്ടോ? ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഐ ഡോണ്ട് തിങ്ക് ഐ ഡിഡ് ദാറ്റ്. ബട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിൽ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ യു ടെൻഡ് ടു സ്ലിപ്പ് അവേ ഫ്രം ഫോക്കസിങ് ഓൺ യുവർ വർക്ക്. ഡിഡ് യു സീ യുവർ സെൽഫ് ലോങ് ബാക്ക് സുരേഷ്? നമ്മുടെ ആ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ 1 മുതൽ 0 വരെ ടൈം, സായം സന്ധ്യ ടൈം. പിന്നെ എനിക്കോ അതിപ്പം മാധവെന്നല്ല, പുതുതായിട്ട് വരുന്ന ആര് വരുമ്പോഴും പറഞ്ഞില്ലേ, ഈ മാക്സിമം ഒരു കംഫർട്ട് സോൺ കൊടുക്കാൻ ശ്രമിക്കുന്നതല്ല. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് നമ്മൾ ആ പൊസിഷനേക്കാൾ വളരെ മോശപ്പെട്ട സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. ഗോകുലിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് മുദ്ദുകൗല, ആദ്യത്തെ പടത്തിന് അവൻ എന്ത് ഈസോടെ എനിക്കിത് പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതുപോലെ തന്നെ വരനെ ആവശ്യമുണ്ട്. മനു പറഞ്ഞിട്ട് സാർ ഞാനൊന്ന് മാധവനെ ഉപയോഗിച്ചോട്ടെ, എനിക്കെന്തോ ഇതൊരു ഭയങ്കര ഹോളി കൊണറ്റേഷൻ ഫീൽ ചെയ്യുന്നു. അച്ഛൻ TP ബാലഗോപാലിൻ്റെ സാർ ഒരുപാട് പിന്നാലെ നടന്നിട്ട് ആ പടത്തിൽ അവസാനം അങ്ങനെ ഒരു വേഷമാണ് തനാമൻ്റെ. ഇതിനകത്ത് 2 ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതിനകത്ത്
ഒന്നോ രണ്ടോ ഷോട്ടിന് ഞാൻ ഒന്ന് ഉപയോഗിച്ചോട്ടെ, ഓക്കെ. എനിക്കും പിന്നെ ഒരു നല്ലതാവുമ്പോൾ എനിക്കും പോസ്റ്റ് ചെയ്യാവില്ല. ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന്. യവൻ അവിടെ എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ വന്നതാണ് 2 ദിവസത്തേക്ക്. യവനെ ആ എന്താണ് ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ട് ഒക്കെ കാണിച്ചിട്ട് പോകുന്നത് 2-3 ഷോട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലും അവർ വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ചെയ്തു പോയി. എനിക്കിത് 1 മുതൽ 0 വരെയൊക്കെ പറ്റിയിട്ടില്ല. 1 മുതൽ 0 വരെയൊക്കെ ചെന്നിട്ട് അല്ല ഞാൻ ഒന്ന് വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്ന ഷാരി എടുത്ത് പറയുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ക്യാമറാമാൻ ഷാജി സാറാണ്. ഷാജി എന്തായിരുന്നു? അപ്പോൾ പുള്ളി ഈ ഷോട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ക്യാമറ ഇങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ ജിജോ സാർ ഇങ്ങനെ തേൻ കെട്ടി പിന്നിൽ നിൽക്കത്തേ ഉള്ളൂ. രഘു സാറാ മുമ്പേ ഇങ്ങനെ വരും. സുരേഷ്, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ട് ഇവിടെ. ഈ ബോക്സ് ഞാൻ വരച്ചിരിക്കുക. ഈ ബോക്സിനകത്ത് നിങ്ങളിപ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ്. കാരണം ഇപ്പുറത്ത് കൗണ്ടർ ഷോട്ടിൽ ഈ സൈഡിലാണ് 2 പെണ്ണുങ്ങളും ഒരു കുട്ടിയും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങളെ ഞാൻ ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് കമ്പോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് അത് പറയണം എന്ന് വെച്ചാൽ സ്റ്റിഫ് ആവണ്ട. നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നിട്ട് കൈ ഇങ്ങനെ എടുത്ത് അങ്ങനെ എടുത്ത് ഒക്കെ വരാം. അല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ആംഗിൾ മാറിപ്പോവും, അതെല്ലാം ലുക്കിൻ്റെ പൊസിഷൻ മാറിപ്പോവും. ഞാൻ ശ്രമിക്കാം. 7-8 ടേക്ക് പോയി. അതായത് എന്നിട്ട് ഇപ്പോഴും നോക്കിയാൽ ചെറിയ ഒരാട്ടമുണ്ട്. ആദ്യമൊക്കെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ബോക്സ് വെച്ചു, സുരേഷ് ഇവിടെ നാടിയിട്ട് നേരെ ഫ്രെയിമിന് വെളിയിൽ പോയെന്ന്. അപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് അയ്യോ എവിടെ പോയി എന്ന് അതൊക്കെ പഠനമായിരുന്നു. ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് DNA ഗുണമായിരിക്കാം. ഇപ്പോഴത്തെ പിള്ളേർ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു nowhere close to that bad. അത്രയും ഉണ്ടാകുന്നില്ല. അത് കറക്റ്റാണ് സുരേഷ് ചേട്ടാ. അല്ലേ മാധവൻ്റെ പ്ലാൻസ് ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ഫിലിംസ് ആൻഡ് യുവർ ഫ്യൂച്ചർ ഇൻ ഫിലിംസ്, ഹൗ ഡു യു സീ യുവർ സെൽഫ്? ലൈക്ക് എന്താണ്, വാട്ട് ആർ യു പ്ലാനിങ്? I have a lot of work to do. That's, I think, the best thing I could say. Karim, where this profession stands out for me is, you can only learn on the job. You can go for 100 training classes. You can be a little more refined as a performer. Yeah. But you need to do a lot of different characters. Pala ranges and pala emotions and cut ചെയ്യുന്ന characters ഉണ്ട്. ചിലപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷനിൽ വരുന്ന ക്യാരക്ടറും ചെയ്യും. So, an all-rounded like performance എന്ന് പറയുന്ന പോലെ. And I need to work more to get better. So cinema started exciting you? Cinema only recently started exciting me, actually. I kind of worked as if it were a job rather than something I'm passionate about. But I can say with full confidence now, I'm starting to fall in love with the profession or with the job. Yeah, like I said, പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു വളരെ വലിയ കാര്യമാണ് അതിൽ. അതേപോലെ ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും അവരുടെ ഐഡിയാസിനും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും അവരുടെ കോൺസെപ്റ്റ്സിനും എന്നെ എൻവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു ചാൻസ് ആണത്. അങ്ങനെ എനിക്കത് പോസിറ്റീവായിട്ട് ഫേവർ ചെയ്യുന്ന രീതിയിലുണ്ടായാൽ ആൻഡ് ഇഫ് ഐ ഗെറ്റ് മോർ പ്രോജക്ട്സ് ടു വർക്ക് ഇൻ, ഐ ഗെസ് ഐ ബി ഹിയർ ടു സ്റ്റേ. ഡെഫിനറ്റ്ലി JSKയിലൂടെ അത് കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ അവസരങ്ങളിലേക്കൊക്കെ എത്തട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം സുരേഷ് ചേട്ടനും ഇതുപോലെ തന്നെ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്കറിയാം സുരേഷ് ചേട്ടൻ്റെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിവിടെ അതിലൂടെ ഒരുപാട് കടന്നതിന് ശേഷമാണ് പെരുമലയിലും മാധവനിലും ഭരചന്ദ്രനിലേക്കൊക്കെ എത്തിപ്പെടുന്നതൊക്കെ. പക്ഷെ അതിലൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഹീ ഡെഫിനറ്റ്ലി പേവ്ഡ് ഹിസ് ഓൺ പാത്ത് ഇൻ ടു സിനിമ. എനിക്കിനി എത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പറ്റത്തില്ല, ബിക്കോസ് ഹീ ഈസ് ഹൂ ഹി ഈസ്. My bar is probably set a little higher in terms of ഞാൻ തുടക്കത്തിലെ ഒരു certain level of expectations exceed ചെയ്യണമെന്നുള്ളൊരു ബാറാണ്. It's part of my life. It also depends on the kind of people who you get to work with, guide yourself, yeah. not work with. ഇപ്പോൾ എനിക്ക് എൻ്റെ ആരംഭകാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പടം ഉണ്ടായിരുന്നു, ഷാജി ആൻഡ് കരുൺ, നോട്ട് ജസ്റ്റ് ആസ് എ ക്യാമറാമാൻ. Jijo Sar is a Bible when it comes to learning cinema. He is a powerhouse of knowledge, wisdom,
all what should be cinema. And for the same reason, should not be cinema. Correct. He has it. അപ്പോൾ എൻ്റെ ആ ഒരു സ്ട്രെങ്ത് രഘുനാഥ് പലേരി when it comes to integrity of the character relating to all what is needed by the script, demanded by the script, he is very stubborn when it comes to the rights or the liberties or the necessities, dire necessities of a script. പേനയും മഷിയും അതിൻ്റെ ഒഴുക്ക് വഴിയും വളരെ കണിശമായിട്ട് നിർബന്ധിക്കുന്ന ആളാണ്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ്. ഇത് കഴിഞ്ഞ് തമ്പി കണ്ണന്താനം, ശ്രീകുമാരൻ തമ്പി സാറ്, ജോഷി സാർ എല്ലാം ചെന്ന് ഞാൻ വീഴുന്നത് അന്നേ ചെറുപ്പത്തിലെ സിംഹമായ അത് ഒരാളുടെ കയ്യിൽ. എനിക്ക് തോന്നുന്നു സായം സന്ധ്യയിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ആട്ടമെല്ലാം നിന്നു. അതുപോലെ ഫാസിൽ സാർ പൂനൂതിയ പൂന്ന അതിനകത്ത് ഈ സോൾഫുൾ ആക്ടിങ് അതിൻ്റെ ക്ലാസ് എനിക്ക് കിട്ടി. നോക്കിക്കോണം, ഒരു നോട്ട് ഈവൻ എ ബിഗിനർ എങ്ങനെയോ രാജാവിൻ്റെ മകനിൽ ആ ക്യാരക്ടറിൻ്റെ മഹത്വം കൊണ്ട് അതിൻ്റെ എലിഗൻസ് എനിക്ക് കിട്ടി, അതിൻ്റെ ഗ്ലിറ്റർ എനിക്ക് കിട്ടി, അതിൻ്റെ ഭാവി എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. നേരെ ചെന്ന് വീഴുന്നതല്ല ഇങ്ങനത്തെ തസ്കരന്മാരുടെ കയ്യിലാണ്. ജോഷി സാറൊക്കെ ഇങ്ങനെ കൈകെട്ടത്ത് പോലും ഇല്ല, ഇങ്ങനെ എന്തേ എന്തോന്നാടാ നീ ചെയ്യുന്നത്, ഓടാ തിരിച്ച് ഏത് നേരത്ത്. പക്ഷെ സുരേഷേട്ടൻ്റെ അടുത്തൊക്കെ പിന്നെയും കുറച്ചുകൂടെ മയത്തിൽ അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹതയാണ്. അച്ഛൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. അച്ഛൻ ശരിക്കും ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു. ജോഷിയേട്ടൻ അവിടെ ഫ്രണ്ട്സുമായിട്ട് SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ അവിടുത്തെ ജോഷിയേട്ടൻ്റെ മൂത്ത ബ്രദറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശത്തിൽ അച്ഛനാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ജോഷിയേട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് നീല ഹോട്ടലിലാണ്. ഫിയറ്റ് കാറുണ്ട്. ആകെ കാറിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റാണ് SN കോളേജിൽ. ഫ്രണ്ട്സുമായിട്ട് വന്ന് ഊണ് കഴിക്കും. ഭയങ്കര ലാവിഷ്, അങ്ങനൊരു ലൈഫ് സ്റ്റൈലാണ്. ഈ സായം സന്ധ്യയിൽ അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല ഒരു പാഠശാല, പൂവിന് പുതിയ പൂന്തന്നൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വിപുലമായിട്ട് ജോഷി പാച്ചിക്ക അഭിനയിച്ച് കാണിക്കും. അതെ അതെ അതെ, എനിക്കിങ്ങനെ തന്നെ വേണം, ഇതിനകത്ത് ഒരു അണ്ണുവിട വ്യത്യാസം വരാനൊക്കത്തില്ല എന്ന് പറഞ്ഞെടുത്തോണ്ടിരിക്കും. ജോഷിയേട്ടൻ അഭിനയിച്ച് കാണിക്കത്തൊന്നുമില്ല, പക്ഷേ അതിനകത്ത് നുവാൻസസ് പറഞ്ഞു തരും. ഒന്നുകൂടെ ചെയ് നോക്കട്ടെ, ഇല്ല ശരിയായിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പൊലിപ്പിക്കാൻ വരുവാടാ ചെയ്, ഇങ്ങനെയും പോവും. ഇത് നമുക്ക് ഭയങ്കര ഉത്തേജകമാണ്. കോൺഫിഡൻസ് അല്ല, ഉത്തേജകമാണ്, ഡ്രൈവാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചെയ്യാം, ഫിലിം കത്തിപ്പോവുകയാണ്. നോ, ഹീ ബിലീവ്സ് ദറ്റ് ഐ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് സായം സന്ധ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻട്രിക്കറ്റ് ക്യാരക്ടർ എനിക്ക് തന്നത്. ഞങ്ങളൊക്കെ അന്ന് വിചാരിക്കുന്നുണ്ട്, അത് നമ്മൾ പുതിയ പറയുന്നത് സുന്ദരകാലമാടൻ എന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിലൊരു സുന്ദരകാലമാടൻ എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു പാട്ട് പാടാൻ വേണ്ടി വന്ന ആട്, ഒരു പാവം. എനിക്ക് പൂന്തന്നലെ നീ പറന്നു 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 വാ, അവിടെയാണ് ഒരു പക്ഷേ ഇപ്പം മാധവ് പറഞ്ഞില്ലേ, യാ ഐ ഹാവ് കം ടു സ്റ്റേ നൗ ഇറ്റ് ഈസ് ടേണിങ് ഔട്ട് ടു ബി മൈ പാഷൻ എന്ന് പറഞ്ഞില്ലേ. എനിക്ക് അതിന് ആ റെക്കോർഡിംഗ് തിയേറ്ററിലെ മ്യൂസിഷ്യൻസ് എല്ലാം, രാധിക അവിടെ സ്ഥിരമായിട്ട് റെക്കോർഡിങ്ങിന് വരുമ്പോൾ രാധികയെ മോളെ പോലെ നോക്കുന്ന മ്യൂസിഷ്യൻസാണ്. ആ വിഷ്വൽ എടുത്ത് നോക്കിക്കോളൂ, എല്ലാവരും പേഴ്സണലായിട്ട്. പിന്നീട് ഇത് 86 ഇത് ഷൂട്ട് ചെയ്യുന്നത്. 86 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിൽ എപ്പോഴുമാണ്. അല്ല, സെപ്റ്റംബർ ആയില്ല, ഓണം റിലീസാണ്. ജൂലൈ ഓഗസ്റ്റിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അവരെല്ലാം വന്നിങ്ങനെ ശരിക്കും ഒരു സിംഗറെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എന്താണ് ടേക്കൺ അപ്പ്. എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി എൻ്റെ അടുത്ത് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ശങ്കുണി സാറിൻ്റെ എഡിറ്റ് റൂമിൽ ജോഷിയേട്ടൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ അനീഫ് കണ്ടിട്ട് തിരിച്ച് പിന്നെ പാച്ചിക്കയുടെ ലൊക്കേഷനിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ആ കണ്ടുവിട്ടിൻ്റെ സീനിൽ നീ ഇങ്ങനെ നിന്നിട്ട് മൈക്കിൽ എത്തി പാടുന്ന പോലെ പാടിയിട്ട്
ഇവിടെ ഇത്രയും നിൻ്റെ രോമകൂപങ്ങൾ അതെല്ലാം ക്ലീൻ ഷേവല്ലേ, ഇങ്ങനെ എന്തോ പെരുപ്പുണ്ടായ പോലെ ഇങ്ങനെ പൊന്തി കോൾമയിർ കൊണ്ടത് എനിക്ക് കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പടം കാണണമെന്നായി. എനിക്ക് തോന്നുന്നു ആ സോങ്ങിൻ്റെ പിക്ചറൈസേഷൻ വാസ് എ വെരി ഗുഡ് ലെസൺ ഫോർ മീ. അതെ, ബിക്കോസ് നമ്മുടെയൊക്കെ മനസ്സിൽ അതാണ്, ആ ഒരു ഇത്തിരി ടോപ്പ് ആംഗിളിലാണ് അത് ഇങ്ങനെ പാടുന്നത്. അത് കറക്റ്റ് ഇതെനിക്ക് നേടണം എന്ന് പറയുന്ന ഒരു അസ്പയറിങ് സിംഗറിൻ്റെ എല്ലാ നേച്ചറും അതുണ്ട്. അല്ലാതെ ഇങ്ങനെ പൂന്തന്നലേ എന്ന് വേണമെങ്കിൽ പാടാം, ഇതങ്ങനല്ല. പൂന്തന്നലേ എനിക്കിതാവണം. ആദ്യമായി ഒരു പാട്ട് കിട്ടുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. ജോഷിയേട്ടൻ പറഞ്ഞതെന്നാണ് അല്ലേ. ദിവ്യയും ഇപ്പോൾ കരിയർ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ദിവ്യയുടെ ജേർണി അല്ല. അപ്പം ഞാൻ കളയൊക്കെ കാണുമ്പോഴത്തേക്ക് റിയലി ലൈക്ക് ഭയങ്കര ആ ക്യാരക്ടർ എത്ര മനോഹരമായിട്ടാണ് ചെയ്തതെന്നുള്ളത്. ഇപ്പം ഇവിടെ JSKയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ ഒരു ആസ് ആൻ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഒരുപാട് പോളിഷ്ഡായി എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത്? കാരണം ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ആ സെറ്റിൽ ഒരു ഹെഡ് മാസ്റ്ററിനെ പോലെ ഒരാളോ പ്രിൻസിപ്പലിനെ പോലെ ഒരാളോ കൂടെ വരുമ്പോൾ ടെൻഷൻ കൂടുന്നതാണ്. ഞാൻ ആരെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. What was your experience with? No, I mean, ഇത് ശരിക്കും എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ it was told in my perspective, as Saira's perspective. And ഇങ്ങനെ ഒരു നടക്കുന്നു. And there was more depth into the, like when I saw the movie also, I felt കുറേ നമുക്ക് like unfortunately because of days and the length of the movie that happened, and there were so many issues in between. There were some portions of the movie where I could not go for shoot also. About Saira's character, little bit got diluted, a little bit. So I was a bit like upset about that, to be honest. But then the movie in total, it's come out really well. And Praveen ended നമുക്ക് ഇടയ്ക്ക് there were so many date clashes issues ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു because by then I had already committed other films because this movie was shot in 2 years, and there was a lot of issues that we all went through, a lot of issues, and then came out. പക്ഷേ ടോട്ടൽ സിനിമ കാണുമ്പോൾ എൻ്റെ കുറേ സീൻസൊക്കെ പാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. സോ ബിഫോർ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ വേറൊരു പടം ഗരുഡൻ തുടങ്ങി 23 നവംബറിൽ റിലീസുമായി. അതെ ഗരുഡൻ ചെയ്ത. സോ ആൻഡ് അത് ലൈക്ക് എനിഹൗ ദാറ്റ് ഹാപ്പൻഡ്. ബട്ട് the movie, and watching the movie also, I was like, really when I saw Shruti's character, Nivedita and our character, I told sir also, and I was like, damn, she did it so well. I was absolutely in love with that, the way the nuances her asked, or the subtlety, the way. Why didn't I get that character? Or a feeling that came out. എനിക്കേ തോന്നിയാണ് അങ്ങനെ ആബേൽ ജോൺ ഡോണവനായിട്ട് വന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നിപ്പോയി. So if he thought that, imagine like how seeing the thing. Other girls in the film. Just her. Yeah. And also I was like, oh, that's a powerful character. And I always feel like സേറയുടെ ബാക്ക് സ്റ്റോറി ഒക്കെ കുറച്ചും കൂടെ അതെ ഉണ്ടായിരുന്നു. There was a lot more into that this thing, and then the bond between our relationship, Naveen and Saira, was there. But however, the movie has come out well, and the part where I എന്താ പറയാ, എൻ്റെ ഓരോ memories in the movie, it's actually behind the scenes ആണ്, because there's a courtroom drama ആണല്ലോ. Like the first 6 days of our shoot was just in ക്രൈസ്റ്റ് കോളേജിലാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്തത്, അത് സെറ്റ് ചെയ്തത്. ആൻഡ് ഭയങ്കര ഇൻറ്റൻസ് സീനൊക്കെ ആയിരിക്കും, ലൈക്ക് ബിറ്റ്വീൻ അനുപമ ആൻഡ് സർ, ആൻഡ് വി ആർ ഓൾസോ ദെൻ ബ്രേക്ക് ആകുമ്പോൾ ഒരാൾ
സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരും. ഒരു ബോക്സ് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ ലൈക്ക് വെരി ഗുഡ്. അപ്പോൾ നമ്മളത് ദാറ്റ് വാസ് ലൈക്ക് യുനോ സോ ഈ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ ഫീലില്ലേ അത് നമ്മുടെ അവിടെ ഡൈല്യൂട്ട് ആവും ലൈക്ക്. സോ ഇറ്റ് വാസ് വെരി ലൈക്ക് ആൻഡ് ദെൻ ഹി വാസ് ഗരുഡനിലും അങ്ങനെ തന്നെയായിരുന്നു ആ സിനിമ ഷൂട്ടിലും. I know that he has a big sweet tooth. പിന്നെ ഞാനും അനുപമയും നമ്മളൊക്കെ വിശന്നിരിക്കുമ്പോൾ നമ്മളെ അടുത്തെവിടെയാണ് KFC കഴിക്കാൻ പറ്റുക എന്നാണ് പോയി ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വീക്കോ. സോ ദീസ് ആർ ലൈക്ക് ദ ടേക്ക് അവേ ഫ്രം ദ മൂവി ഇസ് യുനോ the bond that we all had, and the movies come out really well, and very strong subject, and Malayalam cinema definitely need to use me more. അല്ലെങ്കിൽ ഞാൻ തെലുഗുവിൽ പോവും അവിടെ. Because there I'm getting powerful characters, and നമ്മളിപ്പോൾ then as an actor where you are celebrated, where you are respected, where you are made use of as an actor, അവിടെയാണല്ലോ നമ്മൾ പോവുക. So I wish the characters that I played, like in Mangalvaram or in നമ്മൾ തെലുഗുവിൽ ചെയ്ത കുറച്ച് characters that I've done, even now I've done a movie called Honey, but I wish that was there in Malayalam. നമ്മൾ ആഗ്രഹിച്ചു പോകും നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ. I wish it was taken in Malayalam, then the way how it would be, but yeah, let's see. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലാംഗ്വേജിൽ അഭിനയിച്ചാലും the reach is great, and I'm by God's grace that's another thing. Like ഞാൻ കള ചെയ്തുകൊണ്ട് മാത്രമാണ് the way how I they were crazy about the movie, like in Telugu, even now they kind of talk about that film and the way how it was taken. ലോക്ക്ഡൗണിൽ വെറുതെ ഇരുന്ന് കഥ എഴുതി ചുമ്മാ ഒരു കഥ ആണ്. പക്ഷേ the way how Rohit he directed the film, and that was it was a very അതും എനിക്കൊരു ഭയങ്കര I had 3 months of we sat and they each and every character, the way how like every sequence he made sure that I was into the movie. Okay. So there was a lot of preparation and everything during that time. Anyway, that paid off for me in my career. നിങ്ങൾ എല്ലാവരും പെർഫോമൻസ് സിനിമയിൽ അടിപൊളിയായിരുന്നു. Thank you. അസ്കറിനെ ഞാൻ ആദ്യമായിട്ട് അസ്കറിൻ്റെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ കാണുന്നത് ഫിറോസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പം നവീൻ, സേറ, അസ്കർ, ഫിറോസ്, ഈ പേരുകൾ തന്നെ നമ്മൾ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലോ. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്ക് ആരുടെ അടുത്താണ് ചെല്ലാൻ പോകുന്നത്, എന്തായിരുന്നു? അത് പറഞ്ഞിട്ട് തന്നെ ഒന്നേ ഇക്കടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു സുരേഷ് ചേട്ടനായിട്ടുള്ള എനിക്ക് കോമ്പിനേഷൻസ് കുറവായതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് വന്നു എന്നെല്ലാവരും പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അസ്കറിൻ്റെ തുടക്കകാലത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ഓപ്പണായിട്ടുള്ള തുടക്കകാലത്ത് ഒരുപാട് സിനിമകളിൽ വന്നപ്പോഴത്തേക്കൊക്കെ തന്നെ പീപ്പിൾ വെയർ ഒരുപാട് ക്രിട്ടിക്കലായിട്ട് ഈ പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ ലൈക്ക് ഐ നീഡ് എ ബ്രേക്ക് ആൻഡ് ഐ നീഡ് ടു കം ബാക്ക് സ്ട്രോങ്ലി, കുറച്ചുകൂടെ ഒരു ഇതായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ബ്രേക്ക് വന്നു പോയി. കാര്യം ഞാൻ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി, സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി. അതിനു മുമ്പേ ഞാൻ അധികം സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്നും ആയിരുന്നില്ല ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സീരിയസ് ആയി തുടങ്ങി, നല്ല പടങ്ങൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പടങ്ങളേ ഇല്ലാതായി. അതിനുശേഷം ആണ് എനിക്ക് JSK വരുന്നത്. ഇതെനിക്ക് വീണ്ടും എനിക്ക് നല്ലൊരു ഊർജ്ജം കിട്ടി. എനിക്കിപ്പോൾ മൂവി റിലീസായി കഴിഞ്ഞാലും എല്ലാവരും വിളിച്ച് എൻ്റെ ക്യാരക്ടർ ഞാൻ അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നന്നായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് ആവാൻ കാരണം ഇപ്പോൾ സുരേഷ് ചേട്ടൻ ഉള്ളതുകൊണ്ടാണ്. ആ മൂവി സുരേഷ് ചേട്ടൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടറും ആൾക്കാർ ഈ പടം കാണാൻ കയറുമ്പോൾ എന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഏറ്റവും സുരേഷ് ചേട്ടനോട് നന്ദിയുള്ള ആൾ, എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും നന്ദിയുള്ള ആള് പ്രവീൺ ചേട്ടനെ പോലെ ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ബ്രോ. അത് കഴിഞ്ഞ് എങ്ങനെയാണ് സിനിമ എത്തിയത്? എന്നെ ഇതിൻ്റെ ഒരാളായ ജയ്വിഷ്ണു വിളിച്ചതാണ്. അത് കഴിഞ്ഞ് പ്രവീൺ ചേട്ടനെ പോയി കണ്ട് ഞാൻ ആദ്യമേ ചോദിച്ചു, എന്നെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ തന്നെ ചോദിച്ചു, ഞാൻ ഓക്കെ ആണോ നിങ്ങൾക്ക്, ഞാനൊരു ബാധ്യത നിങ്ങൾക്ക് ആവരുത് എന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ ഡയറക്ടറിൻ്റെ കൂടെ നടന്ന് പുള്ളിയുടെ സജഷൻസും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചത് അത്യാവശ്യം ഞാൻ പണിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മഴയത്ത് വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഉപ്പയെ പെട്ടെന്ന് ഓർമ്മ വരുന്നു എന്ന് പറയുന്ന സീക്വൻസിലൊക്കെ തന്നെ ലൈക്ക് അത്രയും നന്നായിട്ട് ഇമോട്ട് ചെയ്യാനായിട്ട്
എന്നെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാധുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയറിൻ്റെ അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് എന്നുള്ള ഒരു നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ, ലൈക്ക് നിങ്ങളൊക്കെ തുടക്കക്കാരാണെങ്കിൽ പോലും ലൈക്ക് ദ ഇൻവോൾവ്മെൻറ്റ് ദറ്റ് യു ഗിവ് ഫോർ എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൂടെ അവരുടെ ഒരു പ്രസൻസ് കൂടെ വരുമ്പോഴാണല്ലോ എപ്പോഴും ആ സീനിനെ എപ്പോഴും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നത്. സോ ആ ആസ്പെക്റ്റിലൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് നവീൻ നവീൻ the character, ഇവർ രണ്ടുപേരും ഒരു ഫൈറ്റ് സീക്വൻസ്, അവർ ഓടുന്ന സീക്വൻസ്, I was really Madhav ഇപ്പോൾ ന്യൂ ആണേലും ആൻഡ് ഈവൻ Askar, that scene, that the way how they were running, ആ നാടൻ നല്ല, it was not like it was like made up ഒരു മാസ് കാണിക്കണമല്ലോ എന്നുള്ള, but the way how he did that scene was really nice. കുറച്ചധികം ഓടി. അതെ, കുറേ ഓടി കുറച്ച് ഓടിയിട്ടുണ്ട്, കാരണം റെയിൽവേ ക്രോസിൽ കൂടെ ഓടുന്നുണ്ട്. പക്ഷെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരാൾ ഓടിയിട്ടുണ്ടാവില്ല. സുരേഷ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പില് ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ ഒന്നും എത്തത്തില്ല, ഇത് വേറെ ഒന്നും. ആ ഒരു കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്നത് തന്നെ ഇന്ന് വി ഹാവ് ഇറ്റ് സോ മച്ച് ഈസിയർ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 times ഈസിയർ ഇന്നത്തെ ടെക്നോളജി. അത് റോപ്പൊന്നുമില്ല, പിന്നെ അവിടെ ഒരു ബെഞ്ചോ സ്റ്റൂളോ ഒന്നും വെക്കാനൊക്കത്തില്ല. ഓടി വന്ന് ഇത് ചാടി നീ അവിടെ ചെന്ന് അവിടെ എവിടം വരെ പോയിക്കോ എന്ന് മാത്രമേ ഡയറക്ടർ പറയുന്നുള്ളൂ. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പോർച്ചിൽ നിന്ന് ബൈജു സന്തോഷിൻ്റെ പുറകെ ഓടി ചാടി വന്ന് ഈ കൈ അവിടെ കുത്തുമെന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ മറ്റേ മുള്ളു വെച്ചിരിക്കുക എൻ്റെ മേടി. എങ്ങനെയോ ഭാഗ്യത്തിന് തപ്പാനും നോക്കത്തില്ല, കൈ വെച്ചത് മുള്ളു വിട്ടായിരുന്നു. അയ്യോ, ഒറ്റ കയ്യിൽ കുത്തിയാണ് അതിൻ്റെ മേളിൽ കൂടെ ചാടിയത്. സുരേഷ് ഇപ്പോഴും നമ്മളെ വിഷ്വൽ കാണുമ്പോൾ പലർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഷൂട്ട് കാണാൻ വന്നവർക്ക് വരെ അവിടെ അടി കിട്ടിയിട്ടുള്ളത്. കാണാൻ വന്ന ഏതോ ഒരാൾ എൻ്റെ മുതുകത്തിട്ട് പടാ തിരികെ, പക്ഷേ എൻ്റെ ബോഡി ഹീറ്റായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അറിയുന്നത്. ഞാൻ ബൈജുവിനെ അടിക്കാനായിട്ടിട്ട് ഓടിക്കുകയാണ്. അതിനിടയ്ക്ക് ആരോ എന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഷാജിയുടെ കയ്യിൽ 2C ക്യാമറ ഉണ്ട്. ഷാജി എടുത്തുകൊണ്ട് ഷാജി ഇത് മുഴുവൻ കാണുക. കട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഷാജി ക്യാമറ കട്ട് ചെയ്ത് അങ്ങ് അസിസ്റ്റൻ്റ് കൊടുത്തിട്ട് എന്നെ ഈ അടിച്ചുകൊണ്ടിരുന്നതിന് പൂണ്ടടങ്ങി പിടിച്ചിട്ട് അവർ പിടച്ചെടുത്തിട്ട് ശരിക്കും പിടച്ചു. ഓടാ മതേജത്ത് കണ്ടുപോരുന്ന അതൊക്കെ നിന്റെ മുതുകത്ത് താങ്ങരുത് അവിടെ ഇവിടം വരെ. മാധവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേസിൻ്റെ ഇടയിൽ ആ മോളിൽ നിന്ന് ചില്ല് പൊട്ടിച്ച് താഴോട്ട് ഞാൻ വെച്ചു, അയ്യോ മക്കളെ ഇത്രയൊന്നും ചെയ്യാൻ. എനിക്ക് ഈ സിനിമയിൽ വളരെ ഫ്യൂ കോംപ്ലിമെന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദ സീൻസ് that I got a compliment for was this one. ഏതായാലും താങ്ക് യു സോ മച്ച്. നമ്മളൊരു ചെറിയ സമയം മാത്രമാണ് ചോദിച്ചത്, പക്ഷെ കുറേ സമയം സംസാരിക്കാനായിട്ട് സാധിച്ചു. സുരേഷിൻ്റെ അടുത്ത് ഞാൻ സിനിമയെ പറ്റിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ I think it's a certain inertia that I gather through the process of etching, and also it is a certain chemistry. You remember the times, every time we had on air. Yeah. I come for 1 hour, 2 hours, end up 5 and 6 hours. സുരേഷ്, ഞങ്ങളുടെ റേഡിയോ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം മണിക്കൂറുകൾ ഓൺ എയർ സംസാരിച്ചിരിക്കുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ തുടങ്ങി ഈവനിങ് ഷോ സംസാരിച്ചു on studio floor. സുരേഷൻ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ പിന്നെ കണ്ട് മടുത്തെന്ന് തോന്നുന്നു. സുരേഷയുടെ 21 വർഷമായി. ഞാൻ 39 വർഷമായില്ലേ. താങ്ക് യു സോ മച്ച്.